സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കുരിശിൻ്റെ വഴിയിലെ അവസാനത്തെ സ്ഥലമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈശോയെ സംസ്കരിക്കുന്നു. ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു കല്ലറയായിരുന്നു അത്. യഹൂദന്മാരുടെ ആചാരപ്രകാരം യേശുവിനെ അരമത്യക്കാരനായ ജോസഫ് ആ കല്ലറയിൽ സംസ്കരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ദിവസം സംസ്കരിക്കപ്പെടേണ്ടവരാണ് എന്ന സൂചന നൽകുന്നുണ്ട് ഈ സ്ഥലം. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതുമെല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ച് നമ്മളെല്ലാവരും ഈശോയെപ്പോലെ സംസ്കരിക്കപ്പെടേണ്ടവരാണ് എന്ന സത്യം വിളിച്ചു പറയുന്നുണ്ട് ഈ സ്ഥലം. ആ കന്യാസ്ത്രീ ഒരു കണക്ക് ടീച്ചറായിരുന്നു. മാത്രമല്ല കോൺവെന്റിലെ കണക്ക് സൂക്ഷിപ്പുകാരിയും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈശോയുടെ കണക്കിനോട് അത്ര പ്രിയം പോരാ. ബൈബിളിലെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ തുല്യവേതനം എന്നും ആ കന്യാസ്ത്രീയുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അന്നൊരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അന്നാണ് മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് പോലും 6 അടി മണ്ണ് മാത്രമാണ് ലഭിച്ചതെന്ന സത്യം ആ കന്യാസ്ത്രീ മനസ്സിലാക്കിയത്. ആദ്യം വന്നവനെന്നോ അവസാനം വന്നവനെന്നോ കണക്കാക്കാതെ എല്ലാവർക്കും ദൈവം നൽകുന്ന തുല്യവേതനം 6 അടി മണ്ണാണ്. മനുഷ്യൻ മറ്റൊന്നും ഈ ഭൂമിയിൽ അവകാശപ്പെടുത്തുന്നില്ല. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതും വാരിക്കൂട്ടിയതും ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളും നമ്മുടെ പുറകിൽ ഉപേക്ഷിച്ച് 6 അടി മണ്ണിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രയാണ് മരണം. ആ സമയത്തും നമുക്ക് പ്രത്യാശയേകുന്നത് അവൻ്റെ ഉയർപ്പാണ്. ദൈവമേ, മനുഷ്യാവതാരം ചെയ്ത നിനക്ക് പോലും ഈ ഭൂമിയിൽ ലഭിച്ചത് 6 അടി മണ്ണാണ് എന്ന തിരിച്ചറിവിൽ എൻ്റെ ഓട്ടപ്പാച്ചിലുകളെ നിയന്ത്രിക്കുവാനായിട്ട് നീ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, നിന്റെ ഉയർപ്പിൽ പ്രത്യാശയർപ്പിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.